പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നു എന്ന് വെറുതെ പറയുകയല്ലേ? നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പമില്ലേ? ദൈവത്തിനറിയാം നിങ്ങളുടെ ഹൃദയത്തിൽ കുഴപ്പമുണ്ട്. ഏതോ ഒരു പ്രശ്നം നിങ്ങളെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. പുറമേ സന്തോഷമുള്ളതുപോലെ കാണിക്കുന്നു, പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നു, ആനന്ദത്തോടെ ഇരിക്കുന്നു. പക്ഷേ മനസ്സിനകത്തൊരു കുഴപ്പം തോന്നുന്നില്ലേ? നിങ്ങളുടെ മനസ്സിനകത്ത് ഏതോ ഒരു പ്രശ്നം, നിങ്ങളുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്കെതിരായി നടക്കുന്ന ഒരു പ്രശ്നം, നിങ്ങളുടെ ആവശ്യങ്ങൾ, ഇനി എന്ത് ചെയ്യും എന്നൊരു കുഴപ്പം മനസ്സിൽ കയറിയിട്ടില്ലേ? അപ്പോൾ പുറത്തു പറയാനാവുന്നില്ല, ഹൃദയം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ സന്തോഷമായിരിക്കുന്നത് പോലെ എല്ലാവരോടും കാണിക്കുന്നു. അതുകൊണ്ടാണ് യേശു നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്നറിയാമോ? ഇന്ന് യേശു നിങ്ങൾക്ക് തന്ന വാക്യം അതാണ്. യോഹന്നാൻ 14:27 നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കയും അരുത്. എന്റെ മക്കളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത് എന്ന് യേശു പറയുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശുക്രിസ്തു ഇന്ന് നിങ്ങളെ നോക്കി പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നില്ലേ, പിന്നെന്തിനാണ് നിങ്ങൾ കലങ്ങുന്നത്? ഞാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതല്ലേ, പിന്നെന്തിനാണ് നീ ഭയപ്പെടുന്നത് എന്ന് യേശു നിങ്ങളോട് സംസാരിക്കുന്നു. ഏതോ ഒരു കുഴപ്പം, യേശു ആ കുഴപ്പത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ആ ഭയം അധികമായി വർദ്ധിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പരിഭ്രമം ഉണ്ടാക്കും. ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം ഒരു ഭയം മനസ്സിലുണ്ടാക്കും. ഇതിനെന്തു ചെയ്യും, എന്താകും എന്നറിയില്ല. എന്താകും? ആദ്യം ഭയമുണ്ടാകാൻ തുടങ്ങും. അതിനെക്കുറിച്ച് ആലോചിക്കും തോറും ഭയം കൂടി മനസ്സിനകത്ത് ഒരു പരിഭ്രമമുണ്ടാക്കും. അത്ര തന്നെ. ആ പരിഭ്രമമുണ്ടായാൽ ഒന്നിലും ശ്രദ്ധിക്കാൻ സാധിക്കില്ല. എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കും, ഒന്നിലും ശ്രദ്ധിക്കാൻ സാധിക്കില്ല. അത് നിങ്ങളുടെ കുടുംബത്തെ ബാധിക്കും, ജോലിയെ ബാധിക്കും, പഠിപ്പിനെ ബാധിക്കും, ശുശ്രൂഷയെ ബാധിക്കും. ആ പരിഭ്രമം എല്ലാറ്റിനെയും ബാധിക്കും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കയും അരുത് എന്ന്. കാരണം അതിന്റെ പുറകിലുള്ളത് സാത്താനാണ്. അവൻ ഭയം ഉണ്ടാക്കുന്നവനാണ്, കലക്കത്തെ ഉണ്ടാക്കുന്നവനാണ്. ആദ്യം ഭയം എന്ന ഒരു ചെറിയ കല്ലിട്ട് നോക്കും. അത് മനസ്സിൽ നിന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു ചെറിയ പാറയായി മാറി പരിഭ്രമമായി തീരുമത്. അതുകൊണ്ട് ചെറിയൊരു പേടിയുള്ളിൽ വരുമ്പോൾ നിങ്ങൾ അതിനെ ജയിക്കണം, അതിനെ അതിജീവിക്കണം. യേശുക്രിസ്തുവിനെ കൊണ്ട് ആ ഭയത്തെ നിങ്ങൾ വിരട്ടി ഓടിക്കണം. ഭയമുണ്ടാക്കുന്ന ആത്മാവിനെ ഓടിച്ചു കളയണം. അപ്പോഴേ നിങ്ങൾ പരിഭ്രമത്തിനാളാവാതെ രക്ഷപ്പെടാൻ സാധിക്കൂ. അതൊക്കെ എനിക്കറിയാം, പക്ഷേ കലക്കത്തിലായി എന്ന് പറയുകയാണോ? സാരമില്ല. ഇപ്പോൾ നിങ്ങളുടെ കലക്കത്തെ മാറ്റാൻ യേശു നിങ്ങളോട് സംസാരിക്കുകയാണ്. കലങ്ങരുത് മകളെ, കലങ്ങരുത് മകനെ, ഞാനുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് യേശുവിനെ നോക്കി പറയൂ, യേശുവേ, ഈ കലക്കം, ഈ ഭയം എന്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതാവണം. അങ്ങെന്റെ കൂടെയുണ്ടെങ്കിൽ എല്ലാ കലക്കവും ഭയവും ഇല്ലാതാകും എന്ന് പറഞ്ഞു നോക്കൂ. മനസ്സിൽ ഒരു വലിയ സന്തോഷമുണ്ടാകും. ഒരു കുട്ടി ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. അത് ഒറ്റയ്ക്കാണ്, ആരും തന്നെയില്ല. ചുറ്റിലും നോക്കിയാൽ ആരുമില്ലല്ലോ, ഞാൻ തനിച്ചാണല്ലോ. ഇരുട്ടായിരിക്കുന്നു, പേടിയാവുന്നു. ആരെങ്കിലും വന്ന് ഉപദ്രവിച്ചാൽ എന്താണ് ചെയ്യുക? ആ പരിതസ്ഥിതി ഒരു ഭയത്തെ ഉണ്ടാക്കും. തനിച്ചിരിക്കുന്ന സ്ഥിതി ഭയമുണ്ടാക്കുന്ന പരിതസ്ഥിതി. ആരുമില്ല, എന്തെങ്കിലും സംഭവിച്ചാൽ എന്താവും? ആരെങ്കിലും വന്ന് തിന്മ ചെയ്താലോ? കുട്ടി പേടിച്ച് നടക്കുമ്പോൾ കലക്കമുണ്ടാകും. ആ നേരത്ത് എന്തെങ്കിലും ശബ്ദം കേട്ടുകഴിഞ്ഞാൽ, രാത്രി സമയത്തൊരു ശബ്ദമുണ്ടാകുന്നു. അയ്യോ, എന്താണ് ആ ശബ്ദം? എന്തായിരിക്കുമെന്ന് കലക്കം. അപ്പോൾ കുട്ടി കലങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ അച്ഛൻ നടന്നു വന്നു. എന്താ മോളെ നീ ഇവിടെ നിൽക്കുന്നേ എന്ന് ചോദിച്ചാൽ അച്ഛനെ കണ്ടയുടനെ മകൾക്ക് എങ്ങനെയുണ്ടാകും? ഭയവും കലക്കവുമെല്ലാം ഇല്ലാതായി ഓടിച്ചെന്ന് അച്ഛന്റെ കൈപിടിച്ച് സന്തോഷത്തോടെ ആ നിമിഷം തന്നെ അവളുടെ ഭയമെല്ലാം മാറും. ആ ഭയവും കലക്കവുമെല്ലാം മാറി ഒരു വലിയ സന്തോഷം മനസ്സിനകത്തുണ്ടാകും. നിങ്ങൾ അതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അപ്പോൾ യേശു പറയുന്നു, ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്. നിനക്കായി പാപത്തെ ജയിച്ച്, സാത്താനെ ജയിച്ച്, എല്ലാം ജയിച്ച് യേശു നിന്റെ കൂടെയുണ്ട്. എന്റെ കൈപിടിച്ചോ എന്ന് പറഞ്ഞാൽ ഭയവും കലക്കവും ഇല്ലാതാകും. അതുകൊണ്ടാണ് യേശുവോടൊത്ത് നടക്കണമെന്ന് പറയുന്നത്. യേശുവിന്റെ കൈപിടിച്ചുകൊണ്ട് നടക്കൂ. ഭയമുണ്ടാവില്ല, കലക്കമുണ്ടാവില്ല. ഭയപ്പെടുത്തുന്ന കാര്യം കൊണ്ടുവരാൻ പിശാച് നിങ്ങളോട് അടുത്താലും അടുത്ത് നിൽക്കുന്ന യേശുവിനെ കണ്ട് അവൻ പേടിക്കും. യേശു നിങ്ങളുടെ കൂടെയുള്ളത് കണ്ട് പിശാച് ഭയപ്പെടാൻ ആരംഭിക്കും, കലങ്ങാൻ ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് യേശു പറയുന്നു, എന്റെ മക്കളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കയും അരുത്. പറയുമോ? കണ്ണുകൾ അടയ്ക്കൂ. യേശുവേ, അങ്ങെന്റെ കൂടെയുള്ളതുകൊണ്ട്
ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ കലങ്ങുകയില്ല. പിശാച് എന്നെ കണ്ട് കലങ്ങണം, ഭയപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയത്തെ എടുക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ